ഗുഡ് മോർണിംഗ്. ഇതാണ് വർബീന. ഞാൻ ഇതിന് ചെറിയൊരു കട്ടിങ്സ് വാങ്ങിയായിരുന്നു. അത് വെച്ചായിരുന്നു ഇത്രയും വലിയൊരു പ്ലാന്റ് ആയത്. എൻ്റെ കയ്യിൽ ഉള്ളത് 3 കളർ വൈസ്. ഒന്നിൻ്റെ കളർ പറയുകയാണെങ്കിൽ വിരിഞ്ഞിട്ടേ ഇല്ല. രണ്ടാമത്തെ കളർ പറയുകയാണെങ്കിൽ വിരിഞ്ഞിട്ടുണ്ട്, മൂന്നാമത്തതും വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന ചെടി ഇതാണ്. അപ്പോൾ ഇതിൻ്റെ മുട്ടുകളൊക്കെ വരാറായി എന്നൊരു തോന്നലുണ്ട്, പക്ഷെ കാണുന്നില്ല. പിന്നെ മൊട്ടൊന്ന് വന്നിട്ടുണ്ട്, അത് വിരിഞ്ഞിട്ടും ഇല്ല, കണ്ടില്ലേ, അത് വിരിയുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു പ്ലാന്റ് ഇതിനൊരു മജന്ത ഷെയ്ഡാണ്, ഒരു പർപ്പിൾ എന്ന് പറയാം, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ല ക്യൂട്ടാണ് കാണാൻ. ഇച്ചിരിയേ ഉള്ളൂ പൂ, പക്ഷെ നല്ല ക്യൂട്ടാണ്. ഇഷ്ടംപോലെ മൊട്ടുകൊണ്ട് നല്ലപോലെ സർവൈവ് ചെയ്യും. നമ്മുടെ ഈ ക്ലൈമറ്റിന് നല്ലപോലെ പിടിക്കും. ഒടിച്ച് കുത്തി വെച്ചാൽ നല്ലപോലെ പിടിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ തണ്ടയിലെല്ലാം ഉണ്ട് വേരുള്ള തണ്ടുകൾ കുഴിച്ച് വെച്ചാൽ പെട്ടെന്ന് പിടിക്കുന്ന പ്ലാന്റാണ്. ചെറിയ ചെറിയ കട്ടിങ്സ് എടുത്താലും പിടിക്കും. അങ്ങനത്തെ രണ്ടാമത്തെ പ്ലാന്റ്സ് ഇതാണ്. ഇതെൻ്റെ റെഡ് കളർ, നല്ല സൂപ്പറാണ്. എനിക്ക് ഫസ്റ്റ് ടൈം ഈ റെഡ് കളർ കിട്ടിയത്. ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഈ റെഡ് കളർ കാണാനാണ്. കാരണം നമുക്ക് കണ്ണിന് അത്രയ്ക്കും ബ്രൈറ്റായിട്ടൊരു കളറാണ് റെഡ് കളർ. ഇത് പർപ്പിളും അത് റെഡും രണ്ടുപേരെ ഒന്നിച്ച് കാണിക്കാൻ പറ്റുന്നില്ല. കാരണം 2 ഹാങ്ങിങ് പോട്ടിനകത്ത് ഇരിക്കുന്നത്. എനിക്ക് 2 കൈ കൊണ്ട് ഒന്നിച്ച് കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ ആ പൂ ഒന്ന് ഞുള്ളി എടുത്തൊന്ന് കാണിക്കാവേ. ഞുള്ളാനൊന്നും തോന്നത്തില്ല, അത്രയ്ക്ക് ക്യൂട്ട് പൂവാണിത്. കണ്ടില്ലേ, ആ പർപ്പിൾ കളറും ആ റെഡ് കളറും നല്ല രസമുണ്ട്. നാളെ ഇത് ഫുള്ള് വിരിയും. ഈ മുട്ടകളൊക്കെ ചെറുതല്ലേ, നാളെ ഫുള്ള് വിരിയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ കൂടെ എടുത്ത് കാണിക്കാവേ. നല്ല സൂപ്പർ. അപ്പം എല്ലാവരും അവരവരുടെ ഗാർഡനിൽ ഈ വർബീന എന്ന ഒരു പ്ലാന്റ് നാടനായാലും ശരി ഹൈബ്രിഡ് ആയാലും ശരി രണ്ടും നമുക്ക് നല്ലോണം പിടിച്ചിരിക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇത് വായിച്ച് വെക്കാൻ നോക്കണം. അടൽ വീട്ടിൽ കണ്ടാലും ഒരു തണ്ട് മതി, അതിൻ്റെ ചെറിയൊരു കട്ടിങ്സ് മതി, അത് മതി. അപ്പോൾ അതുള്ള വീഡിയോ വേറെ വീഡിയോയും കൂടെ പെട്ടെന്ന് വെക്കാം. താങ്ക്